ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ബാച്ചിലേഴ്സ് ചിക്കൻ കറി. ഇത് ആക്ച്വലി ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് ഈസ് വെരി ടേസ്റ്റ്ഫുൾ. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സിംഗിളായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന നമ്മളെ പോലുള്ളവർക്കൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. റെസിപ്പീസ് ഓരോന്നും ഞാൻ കൃത്യം എടുത്ത് പറയുന്നില്ല. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കുക്കിങ്ങിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത നമ്മളൊക്കെ മോസ്റ്റ്ലി യൂട്യൂബിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾക്ക് വല്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ അത്യാവശ്യം എമർജൻസി ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഈ വീഡിയോ, ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഷോർട്ട് വീഡിയോ ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. സോ ഗൈസ്, പ്ലീസ് ട്രൈ. ആൻഡ് ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട, അടിപൊളിയായിരിക്കും. അതേ കറി ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ചിക്കൻ കറി കേൾക്കുമ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ വീഡിയോ ഒന്ന് നോക്കി അടിപൊളിയായിട്ട് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ചിക്കൻ കറി ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് എനിക്ക് മനസ്സിലായേ. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. ബട്ട് ടേസ്റ്റ് ഇസ് അമേസിങ് ഗൈസ്. സോ എവറിബഡി പ്ലീസ് ട്രൈ ഇറ്റ്. ഞാൻ കുറേ തവണയും പറയുന്നു, ട്രൈ ഇറ്റ്. ഡെഫിനറ്റ്ലി യു ഗൈസ് ഷുഡ് ട്രൈ ദിസ്. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമ്മളൊരു അടിപൊളി പാത്രത്തിൽ സെർവ് ചെയ്തു. ആൻഡ് ടഡാ, എവറിത്തിങ് ഈസ് ഓവർ. ഉച്ചയ്ക്ക് ചിക്കൻ കറി അല്ലാതെ സൈഡായിട്ട് തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ എവറിബഡി ട്രൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.